പുതുവർഷത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലസ്ഥാനത്തേക്ക് എത്തും. ജനുവരി 15-നുള്ളിൽ തന്നെ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദി എത്തുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം. തലസ്ഥാന കോർപ്പറേഷൻ, അതായത് തിരുവനന്തപുരം കോർപ്പറേഷൻ ബി.ജെ.പി വിജയിച്ചു കഴിഞ്ഞാൽ 45 ദിവസത്തിനുള്ളിൽ പ്രധാനമന്ത്രിയെ തലസ്ഥാനത്തേക്ക് എത്തിക്കുമെന്നും തിരുവനന്തപുരം നഗരത്തിന്റെ വികസന മാസ്റ്റർ പ്ലാൻ പ്രധാനമന്ത്രി പുറത്തിറക്കുമെന്നുമായിരുന്നു ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തലസ്ഥാനത്തെ ജനതയ്ക്ക് നൽകിയ ഉറപ്പ്. ആ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ 50 വാർഡുകളിൽ വിജയിപ്പിച്ച് ബി.ജെ.പിക്ക് കേവല ഭൂരിപക്ഷം നൽകി തിരുവനന്തപുരത്തെ ജനത. അതിന്റെ ആ വാക്ക് പാലിക്കുക എന്നുള്ളത് ബി.ജെ.പിയുടെ ഉത്തരവാദിത്തമാണ്. വിജയിച്ച തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി.ജെ.പി അംഗങ്ങളെയും പാർട്ടിയെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ടെലിഫോണിലൂടെ അഭിനന്ദിച്ചു. അതിനു പിന്നാലെ തലസ്ഥാനത്തേക്ക് എത്താമെന്ന് പ്രധാനമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന് വാക്കും നൽകി. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഈ വരവിനെ ഒരു മഹോത്സവമാക്കാനുള്ള വലിയ മുന്നൊരുക്കത്തിലാണ് തിരുവനന്തപുരത്തെ ബി.ജെ.പി നേതൃത്വം. മറ്റൊന്നിനുമല്ല, തലസ്ഥാന കോർപ്പറേഷനിൽ നേടിയ ഈ അട്ടിമറി വിജയം അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി പ്രാവർത്തികമാക്കാനും അത് ആവർത്തിക്കാനുമുള്ള വലിയ പരിശ്രമങ്ങൾ ബി.ജെ.പി ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിലടക്കം കേരളത്തിലെ 36ഓളം നിയമസഭാ മണ്ഡലങ്ങളിൽ പ്രധാനപ്പെട്ട മത്സരം കാഴ്ചവെക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം. കേരളത്തിൽ 30 സീറ്റുകൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാനാകുമെന്ന് ബി.ജെ.പി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇത് ഒരു പടികടന്ന ആത്മവിശ്വാസമാണെങ്കിൽ കൂടി ബി.ജെ.പിക്ക് ഏറ്റവും കുറഞ്ഞത് 10 സീറ്റുകളിലെങ്കിലും വിജയിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ബി.ജെ.പിയുടെ കണക്കുകൂട്ടൽ. രാഷ്ട്രീയ നിരീക്ഷകരും ബി.ജെ.പിയുടെ വലിയ വിജയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്തായാലും ഇത് മുന്നിൽ കണ്ടുകൊണ്ട്, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാസങ്ങൾക്ക് മുൻപേ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് വിജയിക്കാൻ സാധ്യതയുള്ള ഈ 36 സീറ്റുകളിലും വമ്പൻ പോരാട്ടത്തിനൊരുങ്ങുകയാണ് ബി.ജെ.പി. ജനുവരി മാസത്തിൽ, ജനുവരി പകുതിയോടെ തിരുവനന്തപുരത്ത് നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബി.ജെ.പിയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കുമെന്നുള്ള സൂചനകളും പുറത്തു വരുന്നു. തിരുവനന്തപുരത്തെ നേമം, കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാട്ടാക്കട, കായംകുളം, ചെങ്ങന്നൂർ അടക്കമുള്ള കേരളത്തിലെ ബി.ജെ.പിക്ക് വിജയസാധ്യതയുള്ള പാലക്കാട് അടക്കം ബി.ജെ.പിക്ക് വിജയസാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും സ്റ്റാർ സ്ഥാനാർത്ഥികളെ, സ്റ്റാർ കാൻഡിഡേറ്റ്സിനെ ഈ മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാനുമാണ് ബി.ജെ.പി ഇപ്പോൾ ശ്രമിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയാൽ പിന്നാലെ കാടടച്ചുള്ള വലിയ പ്രചരണത്തിനാണ് ബി.ജെ.പിയുടെ നീക്കം. എന്തായാലും 2026 ബി.ജെ.പിയെ സംബന്ധിച്ച് കേരളത്തിൽ നാഴികക്കല്ലാവുന്ന ഈ വർഷമാണ്. കേരളത്തിലെ നിരവധി നിയമസഭാ മണ്ഡലങ്ങളിൽ ഇക്കുറി ബി.ജെ.പി താമര വിരിയിക്കാൻ ഒരുങ്ങുകയാണ്. 2026 കേരളത്തിന്റെ നിയമസഭയിൽ ഒന്നല്ല ഒരു കൂട്ടം താമരകൾ ഉണ്ടാകുമെന്ന് ബി.ജെ.പി ഉറപ്പിച്ചു പറയുന്നു. അതുകൊണ്ട് തന്നെ ബി.ജെ.പി വിജയം പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ മുൻകൂട്ടി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനും അവിടെ ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ കൂടി എല്ലാ പിന്തുണയോടുകൂടി വലിയ സ്റ്റാർ ക്യാമ്പയിനിങ് നടത്താനുമാണ് ബി.ജെ.പി ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവ് കേരളത്തിൽ വലിയൊരു മുന്നേറ്റത്തിന് വേണ്ടിയുള്ള ഒരു അവസരമാക്കി മാറ്റാൻ ബി.ജെ.പി ശ്രമിക്കുന്നു. കേരളത്തിൽ നരേന്ദ്രമോദിയുടെ മാസ്റ്റർ പ്ലാൻ രാജീവ് ചന്ദ്രശേഖറിനെ മുന്നിൽ നിർത്തി ബി.ജെ.പിയുടെ തന്ത്രങ്ങൾ മെനഞ്ഞു കളിക്കുകയാണ് നരേന്ദ്രമോദിയും അമിത്ഷായും.